കാരണം ഇപ്പൊ EVX ഒക്കെ ഫയലിട്ട് കളിക്കുന്ന എത്രയോ വീഡിയോസ് ഒക്കെ പുറത്തു വന്നിട്ട് EVX-നൊന്നും ഇങ്ങനത്തെ ആക്ഷൻസ് ഇല്ല. MRC, OG, CID and UK. MRC, OG, CID, UK and മറ്റേ പേരെന്തായിരുന്നു 14K. ഞാൻ ഒന്ന് കയറിയിരിക്കണം നമ്മളോട്ട്. സ്ക്രിൽ ബ്രോ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വിളിപ്പിച്ചാണ് നമ്മളെ. ഒരു മിനിറ്റ്, ഞാൻ വാച്ചർ ബ്രോ ഇത് ഒരു മിനിറ്റ്, ഞാൻ ലൈവാണ്. ഞാൻ ഒന്ന് ലൈവ് മ്യൂട്ട് ചെയ്തോട്ടെ. ഒരു മിനിറ്റ്. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ലൈവ് മ്യൂട്ട് ചെയ്തോട്ടെ. ലൈവ് അല്ലല്ല, അത് വേറെ ലൈനിലേക്ക് പോയായിരുന്നേ. ഹലോ ഗൈസ്, നിങ്ങളൊരു കാര്യം പറയണം. ഷെയ്ക്ക് ലൈവ് വരാത്തതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഞാനിപ്പോൾ ഒരു VC കാണിച്ചു തരാം. നമ്മുടെ ഗ്യാങ് ചാറ്റാണത്. ഇതിപ്പോഴാണ് നമ്മൾ കാണുന്നത് ഗൈസ്. നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാം എന്താണ്. ഞാനായിട്ടത് വായിക്കാനുള്ള ഒരു അവസ്ഥയോ സ്റ്റേജോ ഒന്നും അല്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്കൊന്നും ചെയ്യാനില്ല, എനിക്കൊന്നും പറയാനില്ല. അഡ്മിൻസുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോറി ഗൈസ്. അയ്യോ, തള്ളക്ക് വിളിക്കുന്നു. വാച്ചർ ബ്രോ, ഞാൻ പോട്ടെ. ഇല്ലല്ല, വിട്ടേര്. എന്റെ സ്റ്റാറ്റസ് വാച്ചർ ബ്രോ. ഇല്ലല്ല, ഏപ്രിൽ ഫുൾ ആണേ. അയ്യോ, എന്റെ ജീവൻ പകുതി അങ്ങെത്തി മരിച്ചിട്ടെത്തൂലേ, അവിടെ എത്തി. സത്യം പറയാലോ, നല്ലൊരു പ്രാങ്കായിരുന്നു. വല്ലാത്തൊരു പ്രാങ്കായി പോയിട്ടോ. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് ഞാൻ ചത്തുപോയല്ലോ. നിങ്ങൾ ഉത്തരവാദിത്വം പറയണ്ട. മൗസ് വരെ അടിച്ചു പോയി. എന്റെ മൗസ് കാണില്ല ഇപ്പം. നമ്മൾ പ്രാങ്ക് ചെയ്തേണെന്ന് പറഞ്ഞില്ലല്ലോ. ഇത് പ്രാങ്ക് ഒന്നല്ല. പിന്നെ സോ നമ്മള് ഗ്യാങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയില്ലേ? ഓക്കെ, സോ നമ്മൾ ആക്ച്വലി ഇത് പ്ലാൻ ചെയ്തതായിരുന്നു. that when we open the gang application next, we would consider all the current gangs, അതായത് കറന്റ്ലി ഇരിക്കുന്ന ഗാങ്സ്, ന്യൂ വൺസ് ആൻഡ് ഓൾഡ് വൺസ്, അവരുടെ ആക്ടിവിറ്റിയും അവരുടെ RP സ്റ്റൈല്, FRPs എത്ര തലവേന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, എത്ര എങ്ങനെ വന്നേക്കുന്നത്, ബേസിക്കലി എവറിത്തിങ് ദാറ്റ് വി ലുക്ക് ഇൻ എ ഗാങ്, റൈറ്റ്? ഇപ്പോൾ നമ്മൾ ഒരു 5 എക്സ്ട്രാ ഗാങ് ഡിസ്മാന്റിൽ അടിച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് വി മൈറ്റ് എൻഡ് അപ്പ് ഇൻക്രീസിംഗ് ദ സ്ലോട്ട്സ് ഓഫ് ഗാങ്സ് ദാറ്റ് വി ആർ ഒരു മിനിറ്റ് ബ്രോ, ഞാൻ ഷെയ്ക്കിനൊന്ന് വിസിലോട്ട് വിളിച്ചോട്ടെ. നിങ്ങൾ ഒരു മിനിറ്റ് പ്ലീസ് പ്ലീസ് പ്ലീസ്. ഷെയ്ക്ക് ഒന്ന് വിസിലോട്ട് വരുമോ? ഷെയ്ക്ക് ഗ്യാങ് വിസിലോട്ട് വരുമോ? ഒരു പ്രശ്നമുണ്ട്. അതൊന്നും അല്ല, അത് ഡിസ്മാന്റിൽ തന്നെ, പക്ഷെ അത് ഏപ്രിൽ ഫുൾ അല്ല. ഒന്ന് വരുമോ? ഒന്ന് സംസാരിക്കണം. ഒന്ന് വരുമോ? നിങ്ങള് വണ്ടി എല്ലാം ഒന്ന് റിപ്പയർ ചെയ്താണ്. ഇവിടെ ഗാരേജ് ഉണ്ടല്ലോ, വേഗം പറഞ്ഞ ഷെയ്ക്ക്. നമ്മളെ ഗ്യാങ് വണ്ടി റിവീൽ ചെയ്യാനുള്ള തിരക്കിലായിരുന്നു വാച്ചർ ബ്രോ. പക്ഷെ കിട്ടിയല്ലോ. ഹലോ ബ്രോ. ഓക്കെ, സോ ലൈക്ക് ഐ വാസ് ടെല്ലിങ് മാക്, അതായത് നമ്മളിപ്പോ ഗ്യാങ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ. അത് കണ്ടിട്ടുണ്ടാവില്ലേ? You might have seen that. ശ്രദ്ധിച്ചിട്ടില്ല. Okay, anyway. So we have been planning, അതായത് inactive gangs, some of the inactive gangs, some of the gangs that have been giving us headaches in terms of FRPs and so on and so forth. നമ്മളെല്ലാം മോണിറ്റർ ചെയ്ത് കഴിഞ്ഞ 2 മാസമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, and other basis it we identified 5 gangs. We were looking for 5 gangs to dismantle, and unfortunately for MRC, due to
some of the issues that have recently happened and everything going on, we don't feel that we can continue with MRC in the server. ഞാൻ ഇപ്പൊ പ്രാവനോട് ചോദിച്ചപ്പോ ഏപ്രിൽ ഫുൾ ആണ്, നിങ്ങൾ കളിച്ചോ, നിങ്ങൾ ലൈവ് ഇട്ടിട്ട് പോയിട്ട് വണ്ടി റിവീൽ ചെയ്യുന്നു പറഞ്ഞു എന്നോട്. അല്ല, ഏപ്രിൽ ഫുൾ ആയിരുന്നില്ല. That was an actual message. നാളെ നിങ്ങളുടെ ആസറ്റ്സും സാധനമൊക്കെ എല്ലാം നമ്മൾ സെർവറിന് മാറ്റും. ഗാങ് റോൾസും സാധനം ഇന്ന് അത് 1 by 1 എടുത്ത് കളയും. ആൻഡ് മെമ്പേഴ്സിന് എല്ലാവരും മറ്റേ ഗാങ് കൂൾ 14 ഗാങ് കൂളിലോൺ ഇടും. This was as per Hafiz orders. So ഇത് ഓൾറെഡി നമ്മൾ ഒരു മാസം മുന്നേ പ്ലാൻ ചെയ്ത സാധനം. അതായത് എല്ലാം മോണിറ്റർ ചെയ്തിട്ട് നമ്മുടെ ടിക്കറ്റ്സും FRPസും എല്ലാം ചെക്ക് ചെയ്തിട്ട് റിവ്യൂനായിരുന്നു. അതുകൊണ്ടാണ് ചില FRPs, if you notice that it might have been delayed, അല്ലെങ്കിൽ ആൾക്കാരെ നോക്കാൻ വരുന്നില്ല, because it was under review. So we didn't close the tickets, we didn't act on the tickets yet because we were reviewing everything in that. എന്റെ അമ്മ സത്യം എനിക്ക് ഇതിനകത്ത് യാതൊരു as of right now, MRZ, OG, CID and UK, right? MRC, OG, CID, UK and മറ്റേ പേരെന്തായിരുന്നു 14K. ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ FRPs മേടിച്ചത്. It's not just FRPs, it's an activity, it's role play. Activities ഉണ്ടാവും. അത് ശരിയാ. It's not, like I said, it's not just purely one thing. It's not just the activity. We considered everything. Different gangs were considered on different bases, and that's the reason we dismantled each one based on different reasons. In the case, mostly FRPs and other things. അല്ല, FRPs എന്ന് പറയുമ്പോൾ ഗ്യാങ് VC ആണ്, മനസ്സിലായോ? ബോബോയ്, പിന്നെ അതേപോലെ ജൂഡല്ല എന്താണടാ മോബി, അതേപോലെ പെർമനന്റ് ഇൻഡെഫിനിറ്റ് ബാൻ വാങ്ങിയ ചന്ദ്രൻ, ഇവരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3-4 പ്ലേയേഴ്സേ ബാൻ വാങ്ങിയിട്ടുള്ളൂ ആകെ. പിന്നെ ഇങ്ങനത്തെ ഒരു റൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ടു സേ 1 month മുമ്പാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. 1 month മുമ്പാണ് നിങ്ങൾ ഇങ്ങനത്തെ സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ Okay, since you're mentioning the rule case, gang rules within the first point itself, it's mentioned that the management or the server administration has all the right to dismantle or remove gang players or gangs from the server. We don't have to give a warning, issue a warning. കാരണം ഇപ്പൊ EVX ഒക്കെ ഫയലിട്ട് കളിക്കണ എത്രയോ വീഡിയോസ് ഒക്കെ പുറത്തു വന്നിട്ട് EVXനൊന്നും ഇങ്ങനത്തെ ആക്ഷൻസ് ഇല്ല. ഈ പറയുന്ന 5 ഗാങ്ങിന്റെ ലിസ്റ്റിലൊന്നും EVX ഇല്ല. അതൊന്നും ഫെയർ. ഈ സംഭവം എനിക്ക് ഇത്ര നേരം അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇത് പൂട്ടിക്കാൻ വേണ്ടി ഷെയ്ക്ക് ടിവിയുടെ പേര് പറയുന്നത് തിരിച്ച് പ്രാങ്ക് അടിക്കുമെന്ന് എനിക്ക് 100% അറിയായിരുന്നു. എന്നിട്ടും വിട്ടു തരുന്നില്ല. ഞാൻ ആലോചിക്കണേ, ഞാനിത് ക്യാരി ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് തെറിയൊക്കെ ഓൾറെഡി പറഞ്ഞതൊക്കെ പറയാൻ വരുമായിരുന്നു. അല്ലാത്ത വാട്സ്ആപ്പ് നിങ്ങൾ ഞാനത് ലൈവ് കഴിഞ്ഞിട്ട് വരാം, എന്നിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ലൈവ് ഇടട്ടെ, കഴിഞ്ഞിട്ട് വരാം. ഉണ്ടല്ലോ മുണ്ടാതിരുന്ന് എന്റെ പറഞ്ഞേ ഇത് പ്രാങ്കാന്ന് ആര് പറഞ്ഞു? വാട്സാപ്പിലൂടെ പ്രാങ്കാണെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും ബ്രാവോ എന്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. എന്റെ അമ്മ സത്യം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാനേ കഴിഞ്ഞിട്ട് വരാം.
ഗൈസ് ഡോണ്ട് വറി. ഷെയ്ക്ക് തിരിച്ച് വാച്ചർ ബ്രോയുടെ പ്രാഗൊക്കെ വേണ്ടി ടിവിയുടെ കാര്യം പറഞ്ഞിട്ട് പോലും പുള്ളി അനങ്ങണില്ല. ഈ വണ്ടിന്റെ പുള്ളി എല്ലാ കട്ടക്ക് റൈറ്റോറും തുറന്ന് നിൽക്കുകയല്ല. വെച്ചിരിക്കണത് ഒന്ന് റിപ്പയർ ചെയ്താണ് എല്ലാ വണ്ടിയും എല്ലാവരും പോയിട്ട്